ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരാവർത്തി കൂടി ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന വാക്യമാണ്. ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണെന്നും ആ ജ്ഞാനത്തോട് ചേർന്നു ദൈവകൃപ കൂടി ഉണ്ടെങ്കിൽ അത് അവനെ ശ്രേഷ്ഠതയിൽ എത്തിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 35-ാം വാക്യത്തിൽ, ഒരു ശില്പി തൻ്റെ ശില്പത്തെ ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ പണിയപ്പെടേണ്ടതിന് വേണ്ടി അവൻ അതിനെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ച ശേഷമാണ് അത് പണിയുന്നതെന്നും അങ്ങനെ പണിയുക കൊണ്ട് ആ ശില്പിയുടെ ശില്പം ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനായ ലൂസിഫറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ എന്ന പദമാണ്. എന്നാൽ 16-ാം വാക്യത്തിൽ കടന്നു പോകുമ്പോൾ ജ്ഞാനസമ്പൂർണനായിരുന്ന ലൂസിഫർ തൻ്റെ ജീവിതത്തിൽ തൻ്റെ അന്തർഭാഗത്ത് സാഹസം കൊണ്ട് നിറഞ്ഞ നിമിത്തം താൻ തകർന്നു പോകുവാൻ ഇടയായി തീർന്നു എന്ന പദമാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തോടു കൂടെ ദൈവകൃപ കൂടെ ഇല്ല എങ്കിൽ അവന് ലഭ്യമായ ജ്ഞാന നിമിത്തം സാഹസം ഉള്ളവനായി തകർന്നു പോകുവാൻ ഇടയായി തീർന്നു എന്നത് തന്നെയാണ്. എന്നാൽ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അത് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നൽകും. 111-ാം സങ്കീർത്തനത്തിൽ 11-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് ആ വാക്യങ്ങളിൽ കാണുവാൻ സഹായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനം മാത്രമല്ല തൻ്റെ ശ്രേഷ്ഠതയുടെ പിന്നിലുള്ളത്. ആത്മാവിനാൽ നിറയപ്പെട്ട അനുഭവവും ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് യേശുക്രിസ്തു ശ്രേഷ്ഠനായി തീരുവാൻ ഇടയായി തീർന്നു എന്നും അവണ്ണം തന്നെ ഞാനും നിങ്ങളും ദൈവകൃപയുടെ ആഴത്തിൽ നിലനിൽക്കുവാൻ അപ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഉള്ളവരുമായി തീരുവാൻ നമുക്ക് സഹായിക്കട്ടെ. അത് ശ്രേഷ്ഠതയിലേക്ക് നമ്മെ എത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും ആയി തീരേണ്ടതിന് എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാവിനെ പോലെ നിഷ്കളങ്കമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവും പാമ്പിനെ പോലെ ബുദ്ധിയോടുകൂടെയുള്ള ഒരു ജീവിതയാത്രയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേൽ ജ്ഞാനവും പരിശുദ്ധാത്മാവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവകൃപയും ജ്ഞാനവുമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണേ. ദൈവവചനം കേട്ട
എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.